ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് സുപ്പുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നീർദോശയാണ്. എനിക്കിത് റെക്കമെൻഡ് ചെയ്ത് തന്നത് എൻ്റെ കസിൻ ഷീജിയാണ്. അവൾ ബാംഗ്ലൂർ സെറ്റിലാണ്. അപ്പോൾ നമുക്ക് നീർദോശ ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ആകെ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. 2 അല്ല 4 എണ്ണം എന്ന് പറഞ്ഞാൽ ഒന്ന് പച്ചരി കുതിർത്തതാണിത്, പിന്നെ ഇത് നമ്മുടെ നാളികേരം, പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പും അതുപോലെ തന്നെ വെള്ളവും. ഇത്രയും 4 സാധനങ്ങൾ മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഒരു കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഒരു കപ്പ് പച്ചരി, ആ ഒരു കപ്പ് തന്നെ നമുക്ക് എന്ത് വേണം, ഈക്വലായിട്ട് വേണം നമ്മളുടെ നാളികേരം നമ്മളെടുക്കാൻ. ഇനി ഈ ഒരു കപ്പ് പച്ചരിയിലേക്ക് നമ്മൾ ഈ ഒരു കപ്പ് നാളികേരം ഇട്ടിട്ട് നമ്മളത് മിക്സിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. നല്ല കുഴമ്പ് രൂപത്തിൽ നമ്മൾ അടിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതൊരു കുറച്ച് കുഴമ്പ് രൂപത്തിലുള്ളതാണ്. നമുക്ക് കുഴമ്പ് രൂപത്തിലല്ല വേണ്ടത്, നമുക്ക് നല്ല ലൂസായിട്ട് നല്ല വെള്ളം പോലെ. ശരിക്കും നമ്മൾ ഇതിൽ വെള്ളം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് വെള്ളത്തിൽ ഒഴിക്കുന്നുണ്ട്. അത്ര വെള്ളമായിട്ടില്ല, ഇനി 1 കപ്പും കൂടി ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. ഇങ്ങനെ വെള്ളം പോലെയാണ് നമ്മളുടെ ഒഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ വെള്ളം വീഴുന്നത് പോലെ വരണം. ഇനി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോവുകയാണ്. ഫ്രൈ പാൻ വെച്ചിട്ട് ഞാനത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ നമ്മളൊന്ന് തേച്ച് കൊടുക്കുക. നമ്മളുടെ ഈ നീർദോശയുടെ മാവ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെറുതെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. വേണമെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. ഞാൻ ഫില്ല് ചെയ്യണില്ല. ഏകദേശം 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയായി. അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കുകയാണ്. നമ്മളുടെ നീർദോശ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് ആദ്യത്തെ എടുക്കുമ്പോൾ, എന്നാലും പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടത് ലെവലാവും. നമ്മളുടെ നീർദോശ. അപ്പോൾ നീർദോശ റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിന് നമുക്ക് സൈഡ് ഡിഷായിട്ട് ചട്നി, തക്കാളി ചട്നി ഉപയോഗിക്കാം, പിന്നെ തേങ്ങ ചട്നി ഉപയോഗിക്കാം, പിന്നെ ചിക്കൻ കറി ഉപയോഗിക്കാം, മസാലക്കറി ഉപയോഗിക്കാം. അങ്ങനെ എന്ത് തരത്തിലുള്ള ഡിഷുകളും സൈഡ് ഡിഷുകളും നമുക്കിതിന് വേണ്ടിയിട്ട് നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.